നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പൊ എന്നെ ഇവിടുന്ന് കൂടിയിറക്കാനാ നിന്റെ തീരുമാനം? സംശയം എന്താ? നിനക്കതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എടി, നിത്യയുടെ കഴുത്തി താലി കെട്ടിക്കഴിഞ്ഞാ ഞാനാ പിന്നെ എല്ലാം തീരുമാനിക്കാൻ പോകുന്നത്. നീ അപ്പൊ എഴുന്നേക്കണം, ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം എന്ന് വരെ ഞാൻ തീരുമാനിക്കും. അതിന് കല്യാണം നടന്നിട്ട് വേണ്ടേ? നിത്യയുടെ കഴുത്തില് നീ താലി കെട്ടില്ലെന്ന് മാത്രമല്ല, ഈ വീട്ടിൽ നിന്ന് നിന്റെ താമസം മാറുകയും ചെയ്യും. പിന്നെ പുതിയ വീടൊന്നും അന്വേഷിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. അതൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ജയില്. ഇവിടുന്ന് നീ താമസം മാറ്റാൻ പോകുന്നത് അങ്ങോട്ടായിരിക്കും. അങ്ങനൊരു സാഹചര്യം വന്നാ ചെയ്യേണ്ട എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ഉള്ളിലും മറ്റൊരു ശരത്തുണ്ടെന്ന് നീ ഓർക്കണം. ആ ശരത്തിനെ നീ പുറത്തെടുപ്പിക്കരുത്. എടുത്താ സർവനാശമായിരിക്കും ഫലം. ഞാൻ പലതും നേടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് നേടിയേ പറ്റൂ. അതിന് തടസ്സം സൃഷ്ടിക്കുന്ന സകലതും ഞാൻ ഒഴിവാക്കും. ഒഴിവാക്കുക എന്ന വാക്കിന് ഇവിടുത്തെ അർത്ഥം ഇല്ലാതാക്കുമെന്ന്. കൊല്ലിഞ്ഞ അതിന് നിൽക്കണം. നീ എന്നെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. നിന്റെ ഭീഷണിക്ക് മുൻപില് വഴങ്ങാൻ ഞാൻ തയ്യാറല്ല. ശരി, എങ്കിലേ നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. എന്നെ നശിപ്പിക്കാൻ വരുന്നവരെ ഞാനും നശിപ്പിക്കും. ആ ദുരന്തങ്ങള് ഏറ്റുവാങ്ങണ്ടെങ്കില് മിണ്ടാതെ ഒരു ഭാഗത്തിരിക്കുന്നതാണ് നല്ലത്. നിത്യ ഞാൻ കല്യാണം കഴിക്കണമെന്ന് ഈ വീട്ടിലുള്ള എല്ലാരും ആഗ്രഹിക്കുന്നുണ്ട്. നീ മാത്രം എന്തിനാ തടസ്സം നിൽക്കുന്നത്? നിനക്ക് ജോലി കിട്ടിയില്ലേ, ഈ വീട് കിട്ടിയില്ലേ, അതുപോലെ എന്റെ പിറകെ വരുന്നത് നീ അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ നിനക്ക് ദുഃഖിക്കേണ്ടി വരും. ഞാനേ നിത്യയുടെ ഏട്ടത്തിയാ. അറിഞ്ഞുകൊണ്ട് അവളെ ഒരു നരകത്തിലേക്ക് തള്ളിവിടാൻ ഞാൻ തയ്യാറല്ല. നിന്റെ ലക്ഷ്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അത് നടക്കാനും പോകുന്നില്ല. നിത്യയെ കെട്ടാന്നുള്ള മോഹം ഉപേക്ഷിച്ചിട്ട് ഇവിടുന്ന് പോവാൻ നോക്ക്. അല്ലെങ്കിൽ നശിക്കാൻ പോകുന്നത് നീയായിരിക്കും.